നോട്ട് ബുക്കുകൾ പെൻസിൽ തേങ്ങ വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട്, എല്ലാം സോട്ടിലുണ്ട്. വാട്ടിലേക്ക് പോകാം, വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. സവാക്കിന്റെ നേതൃത്വത്തിൽ കലാജാഥ സംഘടിപ്പിച്ചു. സ്റ്റേജ് ആൻഡ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയായ സവാക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥ സംഘടിപ്പിച്ചു. പനങ്ങാട് മാടവന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കലാജാഥ പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജി.കെ. പിള്ള തെക്കേടത്ത്, കെ.എം. ദേവദാസ് എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് നഗരത്തിലെ സുപ്രധാനമായ 7 സ്ഥലങ്ങളിൽ കലാജാഥ എത്തിച്ചേർന്നു. കേരള അതിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ ലഹരി വിരുദ്ധ കലാജാഥ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ എറണാകുളം ജില്ലയിലും ഇന്ന് സവാക്കിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാജാഥ മാടവനയിൽ നിന്നും ആരംഭിച്ച് പല പല സ്ഥലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാട് നേരിടുന്ന ഭീകരമായ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സവാക് പനങ്ങാട് കമ്മിറ്റി അവതരിപ്പിക്കുന്ന സംഘഗാനവും നരകം തേടുന്നവർ എന്ന ലഹരി വിമുക്ത നാടകവും അവതരിപ്പിച്ചു. കുമ്പളം, നെട്ടൂർ, തൃപ്പൂണിത്തുറ, ലായം, വൈറ്റില ഹബ്ബ്, തോപ്പുംപടി BOT, പള്ളുരുത്തി, കച്ചേരിപ്പടി എന്നീ മേഖലകളിൽ കലാജാഥ എത്തിച്ചേർന്നു പരിപാടികൾ നടത്തി. തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടന്ന പരിപാടി കൗൺസിലർ ഷീബ ഡൂറോം ഉദ്ഘാടനം ചെയ്തു. പണ്ടെല്ലാം ചെടി, അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ചെടിയുടെ മരുന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് സിന്തറ്റിക് രീതിയിലുള്ള നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളുടെ തലച്ചോറ് എത്രത്തോളം ഡാമേജ് ആകുന്നുവെന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സവാക് ജില്ലാ സെക്രട്ടറി കൊച്ചി സലീം കുമാർ സ്വാഗതം പറഞ്ഞു. ചിത്രകാരൻ ബാബുവും ശിഷ്യരും ചേർന്ന് ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ചിത്രരചന നടത്തി. തുടർന്ന് നാട് നേരിടുന്ന ഭീകരമായ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സവാക് പനങ്ങാട് കമ്മിറ്റി അവതരിപ്പിച്ച സംഘഗാനവും നരകം നേടുന്നവർ എന്ന ലഹരി വിമുക്ത നാടകവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.